സൺഡേ മോർണിംഗ് ആട്ടോ. അപ്പോൾ കുറച്ച് അവല് ഒന്ന് വരട്ടി വെക്കാന്ന് വെച്ചിട്ട് ഞാൻ ശർക്കരപ്പൊടി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ അരമുറി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. അതൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കുറുകി വന്നു. ഒരുപാട് നൂൽപ്പരുവൊന്നും ആവണ്ട. ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ തേങ്ങയും കൂടി ഇട്ടിട്ട് ഇളക്കുകയാണ്. പിന്നെ അതും കൂടെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഞാനൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചൊന്ന് ഇറുക്കി എടുക്കുകയാണ്. അതിലേക്ക് നമ്മുടെ പൊട്ടുകടല ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എൻ്റെ കയ്യിൽ വെള്ള അവലായിരിക്കുന്നത്. അതുപോലെ തന്നെ ശർക്കര ഇവിടെ കിട്ടുന്നതും വെള്ള ശർക്കരയുടെ പൊടിയാണ്. നമ്മുടെ നാട്ടിലെ ശർക്കരയും നമ്മുടെ നാട്ടിലെ ആ നാടൻ ചുമന്ന അവലൊക്കെ ആണെങ്കിൽ നല്ല കറുത്ത കളറിൽ കിട്ടും. ഇതിപ്പോൾ എല്ലാം വെള്ള കളറായതുകൊണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറേ നമ്മുടെ അവല് വരട്ടിയെന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വെള്ള അവലും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പൊട്ടുകടല നെയ്യ് മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് പൊത്തി വെക്കാം. ഇതൊക്കെ ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാ. നമ്മുടെ പിള്ളേർക്കായാലും നമുക്കായാലും ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാൽ ഒരു പ്രശ്നവും വരാത്ത നല്ല സ്നാക്സ് അല്ലേ ഇതൊക്കെ. നമ്മുടെ പഴയ ആൾക്കാരുടെയൊക്കെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതൊക്കെയാണ്. ഞാൻ എന്തായാലും കുറച്ച് വരട്ടി വെച്ചിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ 8:30 കഴിഞ്ഞു എഴുന്നേറ്റപ്പോൾ പാലാ സമയത്ത് വരും. അപ്പോഴാണ് പിന്നെ എഴുന്നേക്കുന്നത്. പിന്നെ ബ്രഞ്ച് പോലെയാണ് ഫുഡ് സൺഡേ കഴിക്കുന്നതെന്ന് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് രാവിലെ ചായക്ക് പകരം ഇൻസ്റ്റന്റ് കോഫി ഉണ്ടാക്കാൻ പോകുന്നത്. 3 പേരും ഉണ്ടല്ലോ. അപ്പോൾ അങ്കുവിനും രാക്കേക്കും കോഫി തന്നെയാണ് ഇഷ്ടം. ഞാൻ അധികം കോഫി കുടിക്കാറില്ല, പക്ഷെ ചില ദിവസങ്ങളിൽ 3 പേരും ഉള്ള സമയത്ത് കുടിക്കും. അങ്ങനെ ഞാൻ എന്തായാലും പാലിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് പഞ്ചസാര ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് കുറുകിയ പാലും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഈ കൂട്ടുണ്ടല്ലോ, പഞ്ചസാരയും പാലും വെള്ളമായിട്ടുള്ള കൂട്ടും കൂടെ മിക്സ് ചെയ്ത് കോഫി റെഡിയാക്കി എടുക്കാം. രാക്കെ തന്നെ രാവിലെ സാധാരണ വീക്ക് ഡേയ്സിലൊക്കെ ഫിൽറ്റർ കോഫി ഉണ്ടാക്കി കുടിക്കാറുണ്ട്. ഞാനൊരു വ്ളോഗിൽ ഫിൽറ്റർ കോഫിയുടെ ഒരു സെറ്റ് വാങ്ങിച്ചതൊക്കെ കാണിച്ചല്ലോ. രാക്കയ്ക്ക് ഇഷ്ടമായിട്ട് രാക്കയ്ക്ക് അത് നന്നായിട്ട് ഉണ്ടാക്കാനും അറിയാം, ഡിക്കോഷനൊക്കെ വെച്ചിട്ട്. എനിക്ക് അതത്ര വശമില്ല. ഞാൻ പെട്ടെന്ന് ഇൻസ്റ്റന്റ് കോഫിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ അത്ര കോഫി പ്രിയക്കാരിയും അല്ല. ഇവർക്ക് വേണ്ടിയാണ് കൂടെ എന്തായാലും കൂടാച്ചിട്ട് 3 പേർക്കും കോഫി എടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് നമുക്ക് പൂരിയും വൈറ്റ് പീസ് മസാലയും ആട്ടോ. അപ്പൊ അത് ബ്രഞ്ച് പോലെയാണ് കഴിക്കുന്നത്. കോഫി കുടിച്ചിട്ട് കുറച്ച് ഇരുന്നിട്ട് അത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാന്ന് വെച്ചു. രാക്കി അപ്പൊ എഴുന്നേറ്റ് ഇവിടെ കുത്തിയിരിപ്പുണ്ട്. അങ്കിത്ത് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. വൈറ്റ് പീസ് ഞാൻ രാത്രി കുറച്ച് കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് വേവിച്ച് കറിയാക്കണം, പൂരി ഉണ്ടാക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ മെയ്ഡ് വന്നു കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ച് പല്ലിയുടെ ശല്യം കൂടുതലാണ്. അപ്പൊ ഈ പല്ലിയെ കാണുന്നതൊക്കെ ഞാൻ പുള്ളിക്കാരിയെ കാണിച്ചിട്ട് പുറത്തോട്ട് ഓടിച്ചു വിടുകയാണ് എന്റെ പതിവ്. ഇതിന് ശേഷം ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ കയറുന്നുള്ളൂ. 1/2 മണിക്കൂർ മതി, പെട്ടെന്ന് ആവുമല്ലോ. വൈറ്റ് പീസ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ കുറച്ചിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വേവിച്ചെടുക്കാം. പിന്നെ ആവി മാറ്റിയിട്ട് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കി അതിലേക്ക് ചേർത്ത് കുറുക്കിയെടുക്കാം. ഗ്രേവിക്കായിട്ട് ഞാൻ കടായി വെച്ച് എണ്ണ ഒഴിച്ചു. കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു. ഒന്ന് വഴണ്ട് വന്നപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ബേസിക് മസാലാസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഗ്രേവിക്ക് വേണ്ടി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടല്ലോ. ഗ്രീൻ പീസ് അല്ല, നമ്മുടെ വൈറ്റ് പീസ്. അപ്പോൾ മസാല റെഡി ആയിട്ട് നമ്മുടെ വൈറ്റ് പീസിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആവി മാറി തുറന്ന് നമ്മുടെ പൂരിയായിട്ട് കഴിക്കാം. അപ്പോൾ പൂരി ഞാൻ പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ്. പൂരിക്കായിട്ട് ഞാൻ കുറച്ച് കുറുക്കിയാണ് പീസിൽ നിന്ന് വെക്കുന്നത്. പുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വെക്കണമല്ലോ.
കുറച്ച് തുണി കഴുകായിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അതൊന്ന് വിരിച്ചിടുകയാണ്. നല്ല വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. നമ്മുടെ ഫ്രിഡ്ജ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാനതൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജോലിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് തുണി മടക്കാൻ കിടപ്പുണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് മടക്കി വെക്കുകയാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ തുണി മടക്കുന്ന ജോലി അപ്പോഴേ അങ്ങ് ചെയ്ത് തീർത്തില്ലെങ്കിൽ പിന്നെ മടിയാതെ അവിടെ കിടക്കും. പിന്നെ ആവശ്യത്തിന് തുണിയൊക്കെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നത് നമുക്കൊരു വിഷമമുള്ള കാര്യമല്ലേ. അപ്പം തന്നെ അങ്ങ് മടക്കി വെക്കുക. തുണിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്ന് കുറച്ച് പാത്രം കൂടെ കഴുകാനങ്ങ് ഇടുക. ഈ ജോലിയൊക്കെ ഒരു ഒഴുക്കിൽ നമ്മളങ്ങ് ചെയ്യുകയാണെങ്കിൽ നടക്കും. നമ്മൾ മടി പിടിച്ച് കുറച്ച് നേരം അങ്ങോട്ട് പിന്നെ ചെയ്യാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൂഡ് മാറും. അപ്പോൾ ആ ഒരു ഫ്ലോ എനിക്ക് കിട്ടുമ്പോൾ ഞാനങ്ങ് ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ മടിയാകും. ഇന്ന് കുറച്ച് ചിക്കനൊക്കെ വാങ്ങി വെക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഫ്രിഡ്ജ് പുതിയത് വന്നിട്ടുണ്ടല്ലോ, അപ്പം ചിക്കനും മുട്ടയൊക്കെ ഇനി സുഖമായിട്ട് വാങ്ങി വെക്കുകയും ചെയ്യാം. അതിനായിട്ടൊന്ന് ഇറങ്ങുന്നുണ്ട്. തേച്ച് കൊണ്ടുവന്ന തുണിയും ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് എടുത്തു വെക്കുകയാണ്. അല്ലെ പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ആകെ കൺഫ്യൂഷനാകും. ആ ജോലിയും കൂടെ അങ്ങ് കഴിയട്ടെ. ഇതുപോലത്തെ 2 തുണികൾ ഞാൻ വെച്ചിട്ടുണ്ട്, മാറി നിന്ന് തേപ്പ് വരുമ്പോൾ കൊടുക്കാനായിട്ട്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ആ വലിയ കാർഡ്ബോർഡ് ഈ റൂമിലാണ് വെച്ചേക്കുന്നത്. ബാ, അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങാനായിട്ട് പുറത്തു പോവാണ്. ഞാൻ പറഞ്ഞല്ലോ ചിക്കനും മുട്ടയൊക്കെ വാങ്ങണമെന്ന്. നമ്മുടെ തൊട്ട് പുറത്താണ് ആ കട. അങ്കു ഞാനും കൂടെ കയറി ഇരിക്കുന്നുണ്ട്. അങ്കുവിൻ്റെ സൈക്കിൾ ഇതാട്ടോ, ഒന്ന് തുടയ്ക്കണം. രാക്കിനി വണ്ടി കഴുകാൻ പോകുമ്പോൾ അവൻ്റെ സൈക്കിളും കൊണ്ട് ഒന്ന് കഴുകി കൊടുക്കാൻ പറയണം. സാധാരണ രാക്കെ തനിയെ പോയി വാങ്ങുന്നതാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കൂടെ വരാം. അങ്ങനെ ഞങ്ങളും കൂടെ വെറുതെ കയറി ഇരുന്നയാ. ഇതാട്ടോ നമ്മുടെ ചിക്കനും മുട്ടയുടെയും കട. ഈ സൈഡിൽ കാണുന്ന ചിക്കൻ, അതിൻ്റെ അപ്പുറത്തോട്ട് ചേർന്ന് കാണുന്നതാണ് മുട്ടക്കട. രാഖിക്ക് ശരിക്കും റോത്തക്കിൽ ഫ്രോസൺ ചിക്കൻ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഫ്രഷ് ടു ഹോം എന്നൊക്കെ പറയുന്ന പോലെ. ഇങ്ങോട്ട് ഡെലിവറി ഇല്ല, അവിടെ പോയി വാങ്ങണം. അതാകുമ്പോൾ ഇങ്ങനെ പീസ് ചെയ്ത് വെക്കുമല്ലോ. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ. അപ്പോൾ രാഖിക്ക് ഫ്രഷ് ആയിട്ട് ചിക്കൻ വാങ്ങുന്നത് കാണാനൊരു വിഷമമാണ്. അപ്പോൾ അങ്ങനെ അധികം ഇവിടുന്ന് നമ്മുടെ ചിക്കൻ വാങ്ങാറില്ല, റോത്തക്ക് പോയാണ് വാങ്ങുന്നത്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ചിക്കൻ വാങ്ങണം എന്ന് പറഞ്ഞ് ഇവിടുന്ന് തന്നെ അങ്ങ് വാങ്ങുക. പിന്നെ ആ മുട്ടക്കടയിൽ നിന്ന് മുട്ടയും വാങ്ങി വെച്ചിട്ടുണ്ട്. 2 കോഴി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് ദിവസം ഇരിക്കുമല്ലോ. നമ്മൾ പറയുന്ന രീതിയിൽ അവർ കട്ട് ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മുട്ടയും വാങ്ങി ചിക്കനും വാങ്ങി. ഇപ്പോൾ ഇവിടെ ഞായറാഴ്ച മാർക്കറ്റ് ഉള്ള ദിവസം ഇവിടെ മണ്ടി എന്ന് പറയും. ഇവിടുന്ന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അകത്തോട്ടാണ് അത് ശരിക്കും ഒരു വഴിയുണ്ട്, അതിനകത്തോട്ടാണ് ഈ മാർക്കറ്റിലെ സാധനങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ പച്ചക്കറികളും എല്ലാം ഫ്രഷ് ആയിട്ട് ഈ ചുറ്റുമുള്ള കർഷകർ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് അവർ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഈ സാധനം തന്നെയാണ് നമ്മുടെ വീട്ടിനകത്തെ കടയിലും വരുന്നത്. അപ്പം നമ്മൾ അവിടുന്ന് തന്നെ അങ്ങ് വാങ്ങും. പറഞ്ഞാലും അവർക്ക് പെട്ടെന്ന് കൊണ്ടുവരുമല്ലോ. വിഷമൊന്നും അധികം ചേർക്കാത്ത നല്ല പച്ചക്കറി നമുക്ക് കിട്ടും ഇവിടുന്ന്. നമ്മുടെ ടൗൺഷിപ്പിലെ ചുറ്റുമുള്ള കാടാട്ടോ. കുറച്ച് ഇങ്ങനെ വനത്തിന് റിസർവ് ചെയ്യണം എന്നൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ ടൗൺഷിപ്പിലെ കടയിലും കൂടെ ഒന്ന് ഇറങ്ങുകയാണ്. കുറച്ച് പച്ചമുളകൊക്കെ വേണം, അതൊക്കെ തീർന്നിരിക്കുക. രാക്കെ ഇറങ്ങി അത് വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൗൺഷിപ്പിലെ ഷോപ്പിംഗ് കോംപ്ലക്സ്. വെയിലായതുകൊണ്ട് അവരിങ്ങനെ ഈ തട്ടിയൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ദേ ആ മൂലയെ കാണുന്നതാണ് നമ്മുടെ ബ്യൂട്ടി പാർലർ. ഞാൻ അന്ന് ബ്യൂട്ടി പാർലറിൽ വന്നതൊക്കെ കാണിച്ചിരുന്നല്ലോ. പിന്നെ ഒരു ടൈലറിങ് ഷോപ്പുണ്ട്. പിന്നെ ആണുങ്ങൾക്കുള്ള ബാർബർ ഷോപ്പുണ്ട്. അങ്ങനെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമുക്ക് കിട്ടും. രാക്കെ തലശ്ശേരി സ്റ്റൈല് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. മെയിനായിട്ട് പച്ചമുളക് വേണം, അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ മാങ്ങ സീസൺ ആണല്ലോ, കുറച്ച് മാങ്ങ വാങ്ങാൻ പറഞ്ഞു. പിന്നെ ബാസ്മതി അരി അതും 1 കിലോ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുണ്ട്, പക്ഷേ അത് സ്പാറിന്ന് വെച്ചാൽ ലൂസായി. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ നല്ലതാണ് കുറച്ചുകൂടെ. പുതിന ഉണ്ടോയെന്ന് ഞാൻ നോക്കാവേ. അവിടെ
കറിവേപ്പില ഇവിടുന്ന് കുറച്ച് പറിച്ചോ. ഇത് നല്ല കറിവേപ്പ. ബാക്കിലും ഉണ്ടെന്ന് തോന്നില്ലേ, നമുക്ക് എന്തായാലും ബാക്കിൽ പോയി നോക്കാം. എന്തായാലും ഈ കറിവേപ്പ് നല്ലയാ. ഞാൻ പറിക്കട്ടെ കുറച്ച്. ഇതാ ഞാൻ സ്ഥിരം പറിക്കുന്നത്. സിൽക്കുവാ, പട്ടുനൂൽ പുഴു. ഇത് മൾബറിയാ. ഇഷ്ടം പോലെ മൾബറി ഉണ്ട്. ഉണ്ടോ? നോക്കാം. അത് കറിവേപ്പ് നല്ലതാ. അത് പക്ഷെ അതിനകത്ത് ചെലന്തി വലയുടെ പ്രശ്നം കാരണം ഞാനത് പറിക്കാത്ത. നല്ല കറിവേപ്പാണ് അത്. ഇച്ചിരി കുഴപ്പമില്ലേ? ഇപ്പൊ നമ്മുടെ ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡ് ആണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇത്. ഇവിടെ മൾബറിയുടെ വലിയൊരു മരമുണ്ട്. പക്ഷെ എനിക്ക് അലർജി ആയതുകൊണ്ട് ഞാൻ അടുത്തോട്ട് പോകുന്നില്ല. ബെറീസ് എനിക്ക് ശരിക്കും അലർജിയാ. നല്ലേ. അതോ അവിടെ നാരങ്ങാ മരത്തിൽ കുറെ നാരങ്ങ ഞാൻ കണ്ടായിരുന്നു മേളിൽ നിന്നപ്പോ. പുതിന അതാ ഉണ്ട്. പുതിനയുണ്ട്. ഓ രക്ഷപ്പെട്ടു കേട്ടോ. ഇത് പണ്ട് പ്രൊജക്റ്റ് നട്ടതായിരുന്നു. കണ്ടോ, ഇത് പുതിനയാ. ഇത് ഉറപ്പാണ് എനിക്ക്. നിൽക്കുന്നത് കണ്ടോ ഈ സൈഡ്. എനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മുടെ വീട്ടിലും നമ്മുടെ വീട്ടിന്റെ അവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട് ആ കാണുന്നത്. ഓക്കെ മുത്തേ, ബൈ. അങ്ങനെ ആ ബഹളമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അങ്കിത്തിന് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ട്യൂഷന് ഇറങ്ങുക. ബൈ. ആ ചിക്കനൊക്കെ ഇനി ഒന്ന് കഴുകി വെക്കണം. പിന്നെ വാങ്ങിച്ചതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇതൊക്കെ ഒരു ജോലി തന്നെയാ. രാക്കെ ഇനി കാറ് കഴുകാനായിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പം അതേ നമ്മുടെ ചിക്കൻ പിന്നെ പുതിനയും കറിവേപ്പും അത് ജസ്റ്റ് ഒന്ന് കഴുകി വെള്ളത്തിലോട്ട് താത്ത് വെക്കാന്ന് വെച്ചു. വലിയ അഴുക്കൊന്നും കാണത്തില്ല. നമ്മുടെ അകത്തുനിന്ന് തന്നെ പറിച്ചുകൊണ്ട് വന്നതല്ലേ. ചിക്കൻ ദേ നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വേസ്റ്റ് ചിക്കൻ്റെ പാട്ടുണ്ടല്ലോ, നമ്മൾ അധികം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത, അതൊക്കെ കൂടെ ഞാൻ മാറ്റി കഴുകി അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. സൂപ്പ് ആകുമ്പോൾ ആ ചിക്കൻ്റെ ടേസ്റ്റും കിട്ടും, കുറച്ചും കൂടെ ഗുണമല്ലേ. ഇതൊക്കെ കറി വെക്കാല്ല ബിരിയാണിയിൽ ഒരു സുഖം കിട്ടാത്ത പീസുകളാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ഫ്രിഡ്ജ് കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചിക്കൻ താഴെ പാലൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ. അപ്പൊ ചിക്കൻ ആദ്യമായിട്ട് വെച്ച കേട്ടോ. പിന്നെ 2 കിലോ മാങ്ങ വാങ്ങിയിട്ടുണ്ട്. പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിവിടെ അച്ചാർ ഇടുന്ന സെസിലെ പച്ചമുളക്, എരിവില്ല. ഇതിവിടെ വെറുതെ കഴിക്കാനും ഉപയോഗിക്കും, പറാട്ടയുടെ കൂടെ ഒക്കെ. ചിക്കനും നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.